അപ്പം ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു സൈഡിൽ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനീയേഴ്സും അവരുടെ വെബ് സ്പാം ക്വാളിറ്റി ടീമും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. റാങ്കിങ്ങിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി വെബ് മാസ്റ്റേഴ്സ് മറു സൈഡിൽ അവരാൽ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുകയും അതിൽ ചില ആക്ടിവിറ്റീസൊക്കെ സ്പാമി ആവുകയും ക്വാളിറ്റി കുറഞ്ഞ രീതിയിലേക്ക് മാറുകയൊക്കെ ചെയ്തിരുന്നു. പേജ് റാങ്ക് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നതിന് ശേഷം, ഗൂഗിൾ പേജ് റാങ്ക് എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് സംവിധാനം കൊണ്ടുവന്നതിന് ശേഷം ഒത്തിരിയൊക്കെ ക്വാളിറ്റി ഉള്ള വെബ്സൈറ്റുകൾ മാത്രം റാങ്ക് ചെയ്യുന്ന രീതിയിലോട്ട് സെർച്ച് എഞ്ചിനെ മാറ്റാൻ ഗൂഗിളിൻ്റെ ഒഫീഷ്യൽസിന് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനീയേഴ്സിന് സാധിച്ചു. എന്നാൽ ഒരു സാധാരണ സെർച്ച് എഞ്ചിൻ എന്നതിലുപരി ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ പോലെ മാറ്റിയാൽ ഗൂഗിൾ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുമെന്നും അങ്ങനെ ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ പോലെ ഗൂഗിൾ മാറുമ്പോൾ ആൾക്കാരുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ ഒരു ധാരണയായിട്ട് തന്നെ ഗൂഗിൾ നടത്തിയിരുന്നു. അതിനിടയ്ക്ക് ഗൂഗിൾ ചില ചേഞ്ചസ് വരുത്തുമ്പോൾ, അവരുടെ ആൽഗോരിതത്തിനകത്ത് ചില ചേഞ്ചസ് വരുത്തുമ്പോൾ, സെർച്ച് റിസൾട്ടിനകത്ത് ഗണ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോൾ, ഒത്തിരി വെബ് പേജുകളുടെ റാങ്കിങ്ങിനെ അത് ബാധിക്കുമ്പോൾ ഗൂഗിളിനും അതൊരു ചില അവസരത്തിലൊരു പ്രശ്നമായി മാറുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ മാറി. എന്താ അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ ഒന്ന് ഹിറ്റായപ്പോൾ ഗൂഗിൾ അവരുടെ അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാമായിട്ടുള്ള ഗൂഗിൾ ആഡ്വേർഡ്സ് എന്നുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. റിപ്പീറ്റ് ചെയ്യാം, ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ ഹിറ്റായി തുടങ്ങിയപ്പോൾ ഗൂഗിൾ എന്ത് ചെയ്തു? ഒരു അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ആ അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ പേരാണ് ഗൂഗിൾ ആഡ്വേർഡ്സ്. എന്താണ് അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ വഴി അഡ്വർടൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഗൂഗിൾ കൊടുത്തത്. ഗൂഗിൾ ആഡ്വേർഡ്സ് എന്നുള്ള പ്രോഗ്രാം വഴി നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് അഡ്വർടൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഗൂഗിൾ കൊണ്ടുവന്നു. ഈ അഡ്വർടൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നതോടുകൂടി അവർക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അവരുദ്ദേശിക്കുന്ന കീവേഡുകളിൽ അവർ ടാർഗറ്റ് ചെയ്യുന്ന ലൊക്കേഷനിൽ അഡ്വർടൈസ് ചെയ്യാം. ഇന്നും ഗൂഗിൾ ആഡ്സ് എന്നുള്ള പേരിൽ ഇത് വ്യക്തമായിട്ട് ഒരുപാട് ആൾക്കാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയെന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനകരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിനെയൊക്കെ അല്ലെങ്കിൽ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു റിസോഴ്സായിട്ട് ഇന്നും ഗൂഗിൾ ആഡ്വേർഡ്സ് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് അതിൻ്റെ പേര് ഗൂഗിൾ ആഡ്സ് എന്നാണ്. ഈ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ വെബ്സൈറ്റിനെ ഗൂഗിൾ വഴി പ്രൊമോട്ട് ചെയ്യാൻ പറ്റി. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ, ഒരു ബിസിനസ് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കും അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു ചെറിയ ബോട്ടിക് സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന സൈറ്റ് ഉണ്ട്, വാച്ചസ് സെല്ല് ചെയ്യുന്ന ഒരു ഓൺലൈൻ സൈറ്റ് ഉണ്ട്. നമുക്ക് ഗൂഗിൾ വഴി അഡ്വർടൈസ് ചെയ്യാം. ഗൂഗിൾ ആഡ്വേർഡ്സ് എന്ന് പറയുന്ന ഈ അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാമിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് നമുക്ക് തന്നെ ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്ത് ഏത് ലൊക്കേഷനിൽ നമ്മൾ ആഡ് കാണിക്കണം, എങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിലേക്ക് നമ്മൾ ആഡ് എത്തിച്ചു കൊടുക്കണം, ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നോർമലി ഗൂഗിൾ ആഡ്സ് ക്യാമ്പയിൻസ് നമുക്ക് ഈസി ആയിട്ടുള്ള വിധത്തിൽ കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളതാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള പ്രോഗ്രാം, ഈ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാം ഒത്തിരി ഹിറ്റാകാനുണ്ടായ ഒരു കാരണം. ഒരുപാട് ആൾക്കാർ ഇത് ഉപയോഗിച്ചു. നമ്മൾ ഇന്ന് കാണുന്ന വളരെ ജൈജാൻറ്റിക് ആയിട്ടുള്ള ഷോപ്പിംഗ് സൈറ്റുകളൊക്കെ ഒരു പരിധിവരെ വളർന്നു വന്നത് ഗൂഗിൾ ആഡ്വേർഡ്സ് വഴിയാണ്. ഫോർ എക്സാമ്പിൾ, ലോകത്തെ ഏറ്റവും പണക്കാരനായിട്ടുള്ള ജെഫ് ബിസോസ്, ആമസോണിൻ്റെ കമ്പനി ഒരു പരിധിവരെ അവരുടെ ബിസിനസ് വളർത്തിയെടുത്തത് ഗൂഗിൾ ആഡ്വേർഡ്സ് എന്ന് പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാം വഴിയാണ്. ഈബേ, ഫ്ലിപ്കാർട്ട്, അങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് സൈറ്റുകൾ ഈ അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാം വഴി മാത്രം ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വളർന്നു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ പ്രോഗ്രാം ഹിറ്റായി ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചൊക്കെ തുടങ്ങിയപ്പോൾ, അപ്പോൾ ഈ പ്രോഗ്രാമിനെ പറ്റി മനസ്സിലാക്കുക. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗൂഗിൾ ആഡ്വേർഡ്സിനകത്ത് ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ഗൂഗിൾ ആഡ്വേർഡ്സിനകത്ത് സൈനപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യാം. ഈ ക്യാമ്പയിൻസിനകത്ത് നമുക്ക് ഏത് കൺട്രിയിൽ നമ്മൾ ആഡ് കാണിക്കണം, എങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിൽ കാണിക്കണം, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ മുമ്പിൽ കാണിക്കണം, എത്ര സമയത്തൊക്കെ കാണിക്കണം, ഏത് സമയത്ത് രാവിലെ കാണിക്കണോ, അല്ലെങ്കിൽ അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് പല ടൈമിങ്ങിലൊക്കെ കാണിക്കാം. നമുക്ക് തന്നെ അഡ്വർടൈസ് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് മുമ്പിൽ കാണിക്കണോ, അതോ ഗൂഗിൾ ആഡ്സ് ഇനേബിൾ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകളിൽ കാണിക്കണോ, ഇതൊക്കെ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. അതിൽ തന്നെ ഇപ്പോൾ പല കാറ്റഗറി ഉണ്ട്. സെർച്ച് ആഡ്സ് ഉണ്ട്, ഡിസ്പ്ലേ ആഡ്സ് ഉണ്ട്, യൂട്യൂബ് വീഡിയോ ആഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആപ്പ് പ്രൊമോഷൻ ഉണ്ട്, ഷോപ്പിംഗ് ആഡ്സ് ഉണ്ട്. പല കാറ്റഗറിയിൽ ഇപ്പം ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാർ ഇത് ഉപയോഗിച്ചു.
ശരിക്ക് ഇതൊന്ന് ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഗൂഗിൾ അതിന് പാരലായിട്ട് വേറൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ആ പ്രോഗ്രാമിൻ്റെ പേരാണ് ഗൂഗിൾ ആഡ്സെൻസ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഗൂഗിൾ ആഡ്സ് എന്ന പ്രോഗ്രാമാണ്. അതൊരു അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാമാണ്. സിംപ്ലി നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യാം. ഒരു പ്രീപെയ്ഡ് പ്രോഗ്രാമാണ്. നമ്മൾ അടയ്ക്കുന്ന എമൗണ്ടിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന കീവേഡുകളിൽ നമ്മൾക്ക് ബിഡ് റേറ്റ് സെലക്ട് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം, ഏത് സമയത്ത് നമ്മൾ ആഡ് റൺ ചെയ്യണം, ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാമെന്നുള്ള ഒരു ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാമാണ് ഗൂഗിൾ ആഡ്സ്. ഇത് ഹിറ്റായി ഒത്തിരി ആൾക്കാർ ഗൂഗിൾ ആഡ്സ് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറഞ്ഞൊരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. എന്താ ആഡ്സെൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു പബ്ലിഷ്ഡ് വെബ്സൈറ്റോ ബ്ലോഗോ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് കണ്ടൻസ് ഉണ്ട്, ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബ്ലോഗ് ഉണ്ട്, അതിനകത്ത് നമ്മൾ കുറേ ആർട്ടിക്കിൾസൊക്കെ എഴുതിയപ്പോൾ അത് ഹിറ്റായി ഒരുപാട് ആൾക്കാർ ആ വെബ്സൈറ്റിലേക്ക് വരുന്നുണ്ട്. ആ വരുന്ന ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കാണിച്ചുകൊണ്ട്, നമ്മൾ ആഡ്സ് കാണിച്ചുകൊണ്ട്, നമ്മൾ ഗൂഗിളിൻ്റെ ആഡ്സ് ഇനേബിൾ ചെയ്തുകൊണ്ട് അവിടെ വരുന്ന ആൾക്കാർ ആരെങ്കിലും ആ ആഡ്സിൽ ക്ലിക്ക് ചെയ്താൽ ആ അഡ്വർടൈസ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഒരു കുറച്ച് കമ്മീഷൻ നമുക്ക് എമൗണ്ടായിട്ട് കിട്ടും. അങ്ങനെ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം. നമുക്കൊരു വെബ്സൈറ്റോ ബ്ലോഗോ ഉണ്ടെങ്കിൽ, ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ആഡ്സെൻസ് എന്ന പ്രോഗ്രാം വഴി റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യൂട്യൂബേഴ്സൊക്കെ അതിനകത്ത് നിന്ന് അഡ്വർടൈസ്മെൻറ്റ് ഏണിങ്സ് ഉണ്ടാക്കുന്നത്. അതുപോലെ വെബ്സൈറ്റിനകത്തു നിന്നും ബ്ലോഗുകളിൽ നിന്നൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഒരു ഡൗട്ട് ഉണ്ടാകും, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ബ്ലോഗിനകത്ത് നിന്ന് അഡ്വർടൈസ്മെൻറ്റ് ആഡ് കാണിച്ച് നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന്. ഉറപ്പായിട്ടും കാണിക്കാൻ പറ്റും. അവരുടെ ആഡ്സെൻസ് പ്രോഗ്രാമിൻ്റെ കുറേ പോളിസീസ് ഉണ്ട്. അനുസരിച്ച് ആഡ് കാണിക്കാൻ പറ്റുന്ന ക്വാളിറ്റിയോ ഒരു നമ്പർ ഓഫ് ഓർഗാനിക് ട്രാഫിക്കോ ഒക്കെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നു തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള കണ്ടൻറ് ഉണ്ടെങ്കിൽ, നമ്മളെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ പറയുന്ന ക്രൈറ്റീരിയ അനുസരിച്ചുള്ള സമയമായിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് വിസിബിലിറ്റി ഉണ്ടെങ്കിൽ, ഒരുപാട് ഓഡിയൻസ് നമ്മളെ ബ്ലോഗ് കാണാൻ വേണ്ടി, വാച്ച് ചെയ്യാൻ വേണ്ടി, റീഡ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഗൂഗിൾ ആഡ്സെൻസിന് അപ്ലൈ ചെയ്യാം. എലിജിബിൾ ആയി അല്ലെങ്കിൽ അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. 18 വയസ്സ് കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ചില നിയമ സംഭവങ്ങൾ അതിൽ പറയുന്നത്, ഒന്നിൽ കൂടുതൽ ആഡ്സെൻസ് അക്കൗണ്ട് ഒരാൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല, അവരുടെ ബ്ലോഗിനകത്ത് വരുന്ന പരസ്യങ്ങളിൽ അവർ തന്നെ ക്ലിക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറേ ചെറിയ നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പാലിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്തുനിന്ന് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഗൂഗിൾ സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാമാണ്. Google Ads or Google AdWords was an advertisement program through which you can advertise your website in Google. There are different kind of advertisement programs like search network ads or display network ads. Similarly, there will be YouTube video ads, discovery ads, app promotion, shopping ads. These are the different kind of ads provided by Google Ads or Google AdWords. When the Google AdWords was become hit and a lot of companies utilized for their growth, they started a program named Google AdSense. By participating in Google AdSense, you can show ads in your blogs or website and you will get commission from Google, so that you can generate revenue from your blog or website through the program Google AdSense. ഈ ഗൂഗിൾ ആഡ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം വഴി നമ്മളൊരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പൈസ അങ്ങോട്ട് കൊടുക്കുന്നു. ഗൂഗിൾ ആഡ്സെൻസ് എന്നുള്ള പ്രോഗ്രാമിനകത്ത് നമ്മളുടെ ബ്ലോഗിനകത്തോ വെബ്സൈറ്റിനകത്തോ നമ്മൾ ആഡ് ഷോ ചെയ്തിട്ട് നമുക്ക് റവന്യൂ ഇങ്ങോട്ട് കിട്ടുന്നു. സോ ഇൻ ഗൂഗിൾ ആഡ്വേർഡ്സ് ഓർ ഗൂഗിൾ ആഡ്സ് വി ക്യാൻ അഡ്വർടൈസ് അവർ വെബ്സൈറ്റ് ഇൻ ഗൂഗിൾ ബൈ പേയിങ് ക്യാഷ് ഓർ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് ടു ഗൂഗിൾ. So Google will show our ads in Google search result. Similarly, they will be showing the ads in display networks where they are affiliated through Google AdSense. So Google AdSense is the program where if you have a great website or a great number of visitors are coming to your website, you can show or you can apply for Google AdSense. Once it is approved, you can show or give the Google ads in your blogs or website. And if you are getting clicks on your ads, you will get the revenue share or the commission paid by the advertisers. That's the Google AdSense program. നമ്മൾ പറഞ്ഞു വന്നത്, ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ ഒന്ന് ഹിറ്റായപ്പോൾ അവരെന്ത് ചെയ്തു, ഗൂഗിൾ ആഡ്വേർഡ്സ് എന്നുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അതൊരു അഡ്വർടൈസ്മെൻറ്റ് പ്രോഗ്രാമാണ്. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത്
പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യാനോ ഒരു സർവീസൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള സർവീസ് പേജുകളോ പ്രോഡക്റ്റ് പേജുകളോ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ വഴി അഡ്വർടൈസ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഗൂഗിൾ ആഡ്വേർഡ്സ്. അതിൻ്റെ ഇപ്പോഴത്തെ പേര് ഗൂഗിൾ ആഡ്സ് എന്നാണ്. ആ ആഡ്വേർഡ്സ് ഹിറ്റായി ഒരുപാട് കമ്പനികൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഗൂഗിൾ കൊണ്ടുവന്ന പുതിയ പ്രോഗ്രാമാണ് ഗൂഗിൾ ആഡ്സെൻസ്. അത് നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ഉള്ള പ്രോഗ്രാമാണ്. അതിൻ്റെ പ്രത്യേകത എന്താ, നമുക്ക് കാശ് ഇങ്ങോട്ട് കിട്ടുന്ന പ്രോഗ്രാമാണ്, ഒരു റവന്യൂ സമ്പാദിക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. ഇന്ത്യയിലൊക്കെ ഒരുപാട് കോളേജ് സ്റ്റുഡൻസൊക്കെ ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് 18 ഇയേഴ്സ് കഴിയണം അതിനകത്ത് അപ്ലൈ ചെയ്യാൻ എന്നുള്ളത് ഒരു കടമ്പയാണ്. അപ്പം കോളേജ് സ്റ്റുഡൻസൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഗൂഗിൾ ആഡ്സെൻസ് വഴി ഏണിങ്സ് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അവർക്ക് ഒരു ബ്ലോഗോ വെബ്സൈറ്റോ ഒരു യൂട്യൂബ് ചാനലോ അങ്ങനെയുള്ള ഒരു സ്രോതസ് ഉണ്ടാക്കണം, ഒരു റിസോഴ്സ് ഉണ്ടാക്കണം. ആഡ് കാണിക്കാനുള്ള ഒരു റിസോഴ്സ് അവർക്ക് മസ്റ്റായിട്ട് ഉണ്ടാകണം. അവിടെ ആയിരിക്കും അവർ ആഡ് കാണിക്കുക. ആ ആഡിനകത്ത് ക്ലിക്സ് കിട്ടുന്ന അനുസരിച്ചാണ് അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് എന്നുള്ള പ്രോഗ്രാമിൻ്റെ പ്രത്യേകത, അതിനകത്ത് ജോയിൻ ചെയ്യുന്ന എല്ലാ ആൾക്കാരും കൂടുതൽ റവന്യൂ കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് എനിക്ക് ഈ മാസം ഒരു 10 lakhs വ്യൂസ് കിട്ടി, എനിക്ക് അതിനകത്ത് നിന്ന് ഒരു 10,000 ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ 10,000 രൂപ എനിക്ക് ഗൂഗിൾ ആഡ്സെൻസിനകത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നോർമലി നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അടുത്ത മാസം കൂടുതൽ അതിനകത്ത് കൂടുതൽ കിട്ടാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പം 10 ലക്ഷം വിസിറ്റ് കിട്ടിയപ്പോഴാണ് എനിക്ക് 10,000 രൂപ കിട്ടിയെങ്കിൽ നെക്സ്റ്റ് മന്ത് ഞാൻ ഒരു 20 ലക്ഷം വിസിറ്റ് കിട്ടണമേ, 20,000 കിട്ടണമെന്ന് ആഗ്രഹിക്കും, അതിനു വേണ്ടി ട്രൈ ചെയ്യും. നോർമലി ആഡ്സെൻസിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ മെയിൻ സ്രോതസ്സായിട്ട് ഉപയോഗിക്കാറുള്ളത് സെർച്ച് എഞ്ചിൻ തന്നെയാണ്. ഗൂഗിളിനകത്ത് അവർക്ക് പല കീവേഡുകളിൽ അവർ വെബ്സൈറ്റ് റാങ്ക് ചെയ്ത് വരുമ്പോൾ നാച്ചുറലായിട്ട് തന്നെ ഒരുപാട് വിസിറ്റ് അവർക്ക് കിട്ടുകയും ആ വിസിറ്റ്സൊക്കെ ക്ലിക്സൊക്കെ ജനറേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് പേയ്മെൻറ്റ് റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത. ഈ പ്രോഗ്രാമിന് ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് താല്പര്യം തോന്നും. ബ്ലോഗൊക്കെ എഴുതാൻ അറിയുന്ന ആൾക്കാർ, വെബ്സൈറ്റുകളുള്ള ആൾക്കാരൊക്കെ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി താല്പര്യം കൂടുതൽ തോന്നും. കാരണം ഇറ്റ്സ് റവന്യൂ ജനറേറ്റിംഗ് പ്രോഗ്രാം. നമുക്കെന്താ, നമ്മൾ ചിലപ്പോൾ ഉറങ്ങി കിടക്കുമ്പോഴും പൈസ വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ആഡ്സെൻസിനെ പറ്റി ചില ആൾക്കാർ പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ പൈസ കിട്ടുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരെ വെബ്സൈറ്റിനെ ചില കീവേഡുകളിലൊക്കെ റാങ്ക് ചെയ്യാൻ ശ്രമിക്കും. എന്തിനാണ് റാങ്ക് ചെയ്യുന്നത്? അവർക്ക് കൂടുതൽ വിസിറ്റ് കിട്ടാൻ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗൂഗിൾ ഒരു ആൽഗോരിതം ചേഞ്ച് വരുത്തിയെന്ന് വിചാരിച്ചോ, അന്നേരം ഇവരുടെ റവന്യൂ കുറയും. ഉദാഹരണത്തിന് ഓരോ മാസവും 10 ലക്ഷം വിസിറ്റ് കിട്ടി 10,000 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഗൂഗിൾ ഒരു ആൽഗോരിതം ചേഞ്ച് വരുത്തിയപ്പോൾ എൻ്റെ വിസിറ്റ്സിൻ്റെ എണ്ണം, എൻ്റെ റാങ്കിങ് ഒക്കെ താഴോട്ട് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ വിസിറ്റ്സിൻ്റെ എണ്ണം 10 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷത്തിലോട്ട് മാറിയാൽ എൻ്റെ റവന്യൂവും 10,000 നിന്ന് 5,000 മാറും. അങ്ങനെ ആ പബ്ലിഷേഴ്സിൻ്റെ റവന്യൂ കുറയും. പക്ഷേ ആ സ്ഥാനത്ത് നിങ്ങൾ ഗൂഗിളിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് ഗൂഗിളിന് കിട്ടുന്ന റവന്യൂവിൻ്റെ ഷെയറാണ്. അപ്പം നമുക്ക് ഒരു $100 കിട്ടുമ്പോൾ, ഗൂഗിൾ ആഡ്സെൻസിൻ്റെ പ്രത്യേകത $100 ത്രഷോൾഡ് ആകുമ്പോഴാണ് നമുക്ക് ഏണിങ്സ് നമ്മൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. ഈ $100 നമുക്ക് കിട്ടുമ്പോൾ ശരിക്കും ഗൂഗിളിന് ഒരു $400, $500, $600 കിട്ടുന്നുണ്ടാവും. കാരണം അഡ്വർടൈസ് ചെയ്യുന്ന ആൾക്കാർ പേ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 4/1 5/1 ആണ് അവർ നമുക്ക് കമ്മീഷനായിട്ട് തരിക. ഈ കമ്മീഷൻ ചേർത്ത് വെച്ചാണ് നമുക്ക് ഗൂഗിൾ ആഡ്സെൻസിനകത്ത് റവന്യൂ കിട്ടുക. അപ്പം ഗൂഗിൾ ആഡ്സെൻസ് വഴി നമുക്ക് റവന്യൂ കുറയുമ്പോൾ അതിൻ്റെ 4 ഇരട്ടി കുറവ് ഗൂഗിളിനുണ്ടാകും. ഉദാഹരണത്തിന് 10,000 രൂപ 10 ലക്ഷം വിസിറ്റ് കിട്ടി എനിക്ക് 10,000 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വിസിറ്റിൻ്റെ എണ്ണം 5 ലക്ഷം ആവുകയും റവന്യൂ 5,000 ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ റവന്യൂ ചിലപ്പം ഒരു 50,000 നിന്ന് അല്ലെങ്കിൽ 60,000 നിന്ന് 30,000 കുറയും. അത്രയും കുറവ് അവർക്കുണ്ടാകും. നമുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ, അതായത് അവർക്ക് കിട്ടുന്ന റവന്യൂവിൻ്റെ 4/1 5/1 ആണ് നമുക്ക് തരിക. ആ ഷെയറാണ് നമുക്ക് ഏണിങ്സ് ആയിട്ട് കിട്ടുക. അപ്പം നമുക്ക് കിട്ടുന്നതിൻ്റെ 4 ഇരട്ടി അവർക്ക് കിട്ടുന്നുണ്ടാവും. അപ്പം നമ്മുടെ റവന്യൂ പകുതിയാകുമ്പോൾ അവർക്കും അത്രയും കുറവുണ്ടാകും. ഇത് ഗൂഗിളിനകത്ത് വലിയ ഇഷ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങി. അവരൊരു ആൽഗോരിതം ചേഞ്ച് നടത്തുമ്പോൾ അവരുടെ ഏണിങ്സ് ഗ്രാഫ് മില്യൺസിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ അവരത് റിഫ്രഷ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പല ആവർത്തി അതിനിടയ്ക്ക് പലതരത്തിലുള്ള ആൽഗോരിതം ചേഞ്ചസ് ഗൂഗിൾ നടത്തിയെങ്കിലും അതവർ പേടിച്ച് ടെൻഷനോട് കൂടിയാണ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും ഈ പ്രോഗ്രാംസ് ഒക്കെ നടന്നു പോകുന്ന സമയത്ത് ഈ ഒരു ആൽഗോരിതം ചേഞ്ച് നടത്തി ഏണിങ്സിലും വളരെ കമ്മി ഉണ്ടാകുമ്പോൾ ഗൂഗിൾ തന്നെ അതിനെ റിഫ്രഷ് ചെയ്ത് കളയും. സോ വി ലേൺഡ് അബൌട്ട് 2 programs named Google
AdWords and Google AdSense. By using Google AdWords, you can advertise your website through online platforms like Google search engine, display networks, through resources like Gmail or YouTube, etc. By learning Google AdSense, you know that it's a revenue generating program. Advertisement, it's a parallel program to Google AdWords. You can show Google ads in your website. You can become an affiliate with Google, and you can show Google ads in your own websites or blogs. So somebody clicks on that ad, you will be getting the revenue share achieved by Google. അങ്ങനെ ആഡ്വേർഡ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാം? അഡ്വർടൈസ് ചെയ്യാം. ആഡ്സെൻസ് വഴി നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം. ഈ രണ്ട് പ്രോഗ്രാമുകളിലും ഒരു അന്തരത്തിൽ ഗൂഗിൾ പല ആവർത്തി അവരുടെ ആൽഗോരിതം ചേഞ്ച് നടത്തിയെങ്കിലും അതൊക്കെ റിഫ്രഷ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നു. എന്നാൽ 2008 ഒക്കെ കഴിഞ്ഞപ്പോൾ ഗൂഗിൾ ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ കമ്പനിയായിട്ട് വളർന്നു. അവർ ജിമെയിൽ സ്റ്റാർട്ട് ചെയ്തു, ഒരുപാട് ഓഡിയൻസിനെ, ഒരുപാട് കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കി. അതുപോലെ തന്നെ അവർ യൂട്യൂബ് പോലെയുള്ള സംരംഭങ്ങൾ, ബ്ലോഗർ പോലെയുള്ള കമ്പനികൾ അക്വയർ ചെയ്തു. ഇതുവഴിയൊക്കെ ഗൂഗിൾ ഭയങ്കരമായിട്ട് വളർന്നു. ഓർക്കൂട്ട് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇതിലൂടെയൊക്കെ ഒരുപാട് ഓഡിയൻസിനെ സംഘടിപ്പിച്ച അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ സംഘടിപ്പിച്ച ഗൂഗിൾ ഭയങ്കരമായിട്ട് വളർന്നു. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സെർച്ച് എഞ്ചിനെ ആൾക്കാർക്ക് പ്രയോജനകരമാവുന്ന രീതിയിൽ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലെ മാറ്റാനുള്ള ചില ശ്രമങ്ങളാണ് ഗൂഗിൾ നടത്തിയത്. ശരിക്കും 2008 ശേഷം ഗൂഗിൾ സജസ്റ്റ് മെക്കാനിസം കൊണ്ടുവന്നു. നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ പല രീതിയിലുള്ള സംഗതികൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഗൂഗിൾ കൊണ്ടുവന്നു. നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഗൂഗിൾ മാറി. 2009 ആയപ്പോൾ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റുകളുടെ റാങ്കിങ് മെച്ചപ്പെടുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു. ഏതൊരു വെബ്സൈറ്റ് ആണോ ഹൈലി ഇൻട്രാക്റ്റീവ് ആകുന്നത്, ആ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു യൂസർ വന്ന് ഒരു വെബ്സൈറ്റിനകത്ത് ചെയ്യുന്ന ഇൻട്രാക്ഷൻസ് ഒരു റാങ്കിങ് ഫാക്ടറാക്കി ഗൂഗിൾ മാറ്റി. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ 2 വെബ്സൈറ്റുകൾ ഒരു പർട്ടിക്കുലർ കീവേഡിന് വേണ്ടി മത്സരിക്കുന്ന ഒരു അവസരത്തിൽ, ഉദാഹരണത്തിന് ആലിയ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റും അഗ്നിത എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റും കോമ്പീറ്റിംഗ് സൈറ്റുകളാണെന്ന് വെച്ചോ. alia.com എന്ന് പറയുന്ന വെബ്സൈറ്റും അഗ്നിത എന്ന് പറയുന്ന വെബ്സൈറ്റും ഒരേ കാറ്റഗറിയിൽ ഒരേ കീവേഡിന് വേണ്ടി മത്സരിക്കുന്ന വെബ്സൈറ്റുകളാകുമ്പോൾ ഇതിൽ ആർക്കാണോ കൂടുതൽ ഇൻട്രാക്ഷൻ കിട്ടുന്നത്, ഉദാഹരണത്തിന് ഒരാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ഇവർ രണ്ടുപേരും വാച്ച് സെല്ല് ചെയ്യുന്ന വെബ്സൈറ്റാണ്, ആലിയയും അഗ്നിതയും. alia.com എന്നുള്ള വെബ്സൈറ്റ് ഒരാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, വാച്ച് മേടിക്കാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ alia.com ആണ് ഫസ്റ്റ് റാങ്ക് ചെയ്ത് കിടന്നത്. അദ്ദേഹം ആ സെർച്ച് ചെയ്ത ആൾ ആ alia.com ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി. പക്ഷെ അദ്ദേഹത്തിന് ആ വെബ്സൈറ്റിനകത്ത് അത്ര ഇംപ്രസ്ഡ് ആയില്ല. അദ്ദേഹം ആ സെർച്ച് ചെയ്ത ആൾ അതിനെ ക്ലോസ് ചെയ്തു. എന്നിട്ട് രണ്ടാമത്തെ റിസൾട്ടായിട്ടുള്ള അഗ്നിത.com ഓപ്പൺ ആക്കി. എന്നാൽ അവിടെ അദ്ദേഹം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു. ഇന്നർ പേജുകളിലേക്കൊക്കെ പോയി അവിടെ കൊടുത്തിരിക്കുന്ന പലതരത്തിലുള്ള വാച്ചുകളുടെ മോഡൽസിനെ ചെക്ക് ചെയ്തു. അതിനകത്തൊരു വാച്ചിൻ്റെ മോഡലിനകത്ത് അദ്ദേഹം ഒരു കമൻ്റ് ആഡ് ചെയ്തു, അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്തു, അല്ലെങ്കിൽ ഒരു പർച്ചേസ് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു. ഇങ്ങനെയുള്ള പല ആക്ടിവിറ്റീസ് ഈ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുന്ന വിസിറ്റേഴ്സ് ചെയ്യുമ്പോൾ അവരുടെ റാങ്കിങ്, അഗ്നിതയുടെ റാങ്കിങ് ബെറ്ററായിട്ട് വരാനുള്ള ഒരു രീതിയിലേക്ക് ഗൂഗിൾ മാറ്റി. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 വെബ്സൈറ്റുകളിൽ ഏത് വെബ്സൈറ്റിനാണോ കൂടുതൽ ഇൻട്രാക്ഷൻ കിട്ടിയത്, ഏത് വെബ്സൈറ്റിൽ വന്ന ഓഡിയൻസ് ആണോ അല്ലെങ്കിൽ വിസിറ്റർ ആണോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്, ആ വെബ്സൈറ്റിന് റാങ്കിങ് മെച്ചപ്പെടുത്തുന്ന ഒരു സംവിധാനം ഗൂഗിൾ കൊണ്ടുവന്നു. എന്താ സംഭവിച്ചത് കഴിഞ്ഞാൽ, ഒരു യൂസറിന്റെ ഇൻട്രാക്ഷൻ കൂടുന്ന വെബ്സൈറ്റിന് റാങ്കിങ് മെച്ചപ്പെടും, കൂടുതൽ മെച്ചപ്പെടും, നല്ല രീതിയിൽ മെച്ചപ്പെടും. എന്നാൽ ഇൻട്രാക്ഷൻ കുറയുന്ന വെബ്സൈറ്റുകളുടെ റാങ്കിങ് മെച്ചപ്പെടുത്തില്ല. അങ്ങനത്തെ ഒരു സംവിധാനം 2009 കൊണ്ടുവന്നു. പക്ഷെ 2009 പേഴ്സണലൈസ്ഡ് സെർച്ച് റിസൾട്ട്, ഇതുപോലെ യൂസേഴ്സിന്റെ ഇൻട്രാക്ഷൻ കൂടുന്നതനുസരിച്ച് റാങ്കിങ് മെച്ചപ്പെടുന്ന സംവിധാനം, ഇതൊക്കെ കൊണ്ടുവന്നെങ്കിലും 2010 ആയപ്പോൾ അവർ ഒരു പ്രാധാന്യം കൊടുത്ത ഒരു സംഗതി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയകൾക്കാണ്. സോഷ്യൽ മീഡിയകളുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായ ഒരു കാലഘട്ടമായി 2010 മാറിയപ്പോൾ, when most of the internet users were active in social medias during 2010, Google changed their algorithm and made the social medias as a ranking factor. അവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ, ഇത്ര ബില്യൺ ആൾക്കാർ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൽ 70-80% വരെയും ആൾക്കാരും സോഷ്യൽ മീഡിയകളിൽ മണിക്കൂറിലോളം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഓർക്കൂട്ട്, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ
ഈ വരുന്ന വിസിറ്റേഴ്സ്, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും, മെജോറിറ്റി ഓഫ് ദി ഇന്റർനെറ്റ് യൂസേഴ്സ് വെയർ സ്റ്റക്ക് ഓൺ സോഷ്യൽ മീഡിയാസ് ആൻഡ് ദേ സ്പെൻഡ് more hours and hours in social media than any other sites. Then Google made the social media signals as a ranking factor of Google. എന്താ, സോഷ്യൽ മീഡിയകളിൽ ഷെയർ ചെയ്യപ്പെടുന്ന വെബ് പേജുകൾക്ക് കൂടുതൽ റാങ്കിങ് കൊടുക്കുന്ന രീതിയിൽ ഒരു മെക്കാനിസം ഗൂഗിൾ കൊണ്ടുവന്നു. ഇറ്റ്സ് നോൺ എസ് സോഷ്യൽ മീഡിയ സിഗ്നൽസ്. അത് ഏത് വർഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2010 ഗൂഗിൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഗൂഗിൾ ഇൻട്രൊഡ്യൂസ്ഡ് സോഷ്യൽ മീഡിയ സിഗ്നൽസ്. ദേ കൗണ്ടഡ് ദി ഇൻട്രാക്ഷൻസ് അച്ചീവ്ഡ് ബൈ എ വെബ്സൈറ്റ് ഇൻ സോഷ്യൽ മീഡിയാസ്. അതൊരു റാങ്കിങ് ഫാക്ടറാക്കി ഗൂഗിൾ മാറ്റി. 2010 ഇത് കൊണ്ടുവന്നത്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ വെബ്സൈറ്റുകളും അവരുടെ വെബ്സൈറ്റിനെ സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതൊരു വലിയ ഫാക്ടർ അല്ലാതായി മാറി. അവിടെ നാം ഏതെങ്കിലും ഒരു വെബ്സൈറ്റിന് കൂടുതൽ ഇൻട്രാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഗുണം കിട്ടാം. ഉദാഹരണത്തിന് ആലിയ, അഗ്നിത, ഈ 2 വെബ്സൈറ്റുകൾ ഒരേ കീവേഡിന് വേണ്ടി മത്സരിക്കുമ്പോൾ, വാച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു കീവേഡിന് വേണ്ടി മത്സരിക്കുമ്പോൾ, ഇതിൽ ഏത് വെബ്സൈറ്റ് ആണോ സോഷ്യൽ മീഡിയയിൽ അധികം ചർച്ച ചെയ്യപ്പെടുന്നത്, ആലിയ ഷെയർ ചെയ്തപ്പം ആലിയയ്ക്ക് ഇഷ്ടം പോലെ ലൈക്സ് കിട്ടി, അപ്പോൾ ആലിയയ്ക്ക് റാങ്കിങ് മെച്ചപ്പെടാം. എന്നാൽ അഗ്നിത ഷെയർ ചെയ്തപ്പോൾ അഗ്നിതയ്ക്ക് കുറച്ച് സോഷ്യൽ മീഡിയ ലൈക്സും ഇൻട്രാക്ഷൻ മാത്രമേ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ആലിയ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാം. അതുപോലെ തന്നെ ഈ പെർഫോം അല്ലെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ ലെവല് ഒരുപോലെ കിട്ടുമ്പോൾ ആരെയാണ് ഗൂഗിൾ കൺസിഡർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലൈക്ക് ചെയ്തേക്കുന്ന ആൾക്കാരുടെ ഇൻഫ്ലുവൻഷ്യൽ പവർ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി. ഇതിൽ ആർക്കാണോ ഇൻഫ്ലുവൻഷ്യൽ പവർ കൂടിയ ഒരാളിൻ്റെ ലൈക്ക് കിട്ടുക, ഉദാഹരണത്തിന് ആലിയയ്ക്ക് കിട്ടിയ ലൈക്ക് ഒരു വലിയ സെലിബ്രിറ്റിയുടേതോ അല്ലെങ്കിൽ MLAയുടേതോ MP യുടേതോ ആയിരുന്നു. അദ്ദേഹം വളരെ ഇൻഫ്ലുവൻഷ്യൽ പവർ കൂടിയ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈക്ക് കിട്ടിയ ആലിയയുടെ വെബ്സൈറ്റ് ഗൂഗിളിൽ ടോപ്പിൽ റാങ്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പിന്നെ മാറി. അവിടെ എന്താ ഇൻഫ്ലുവൻഷ്യൽ പവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് നമ്മളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഇൻഫ്ലുവൻഷ്യൽ പവർ നമുക്ക് കിട്ടുന്ന ഫോളോവേഴ്സിൻ്റെ എണ്ണം വെച്ചിട്ടാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇൻഫ്ലുവൻഷ്യൽ പവർ കണക്കാക്കുന്നത് നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ ഇൻഫ്ലുവൻഷ്യൽ പവർ കൂടാം എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ട് ഇൻഫ്ലുവൻഷ്യൽ പവർ കൂടണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ആലിയയ്ക്ക് 2000 ഫ്രണ്ട്സ് ഉണ്ട് ഫേസ്ബുക്കിനകത്ത്. അഗ്നിതയ്ക്ക് ഒരു 200 ഫ്രണ്ട്സേ ഉള്ളൂ. അവിടെ ആലിയ ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ആ 2000 ഫ്രണ്ട്സുള്ള ആലിയയ്ക്ക് ഒരു 20 ഇൻട്രാക്ഷൻ പോലും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് ആൾക്കാർ പോലും ആലിയ ഒരു പോസ്റ്റ് ഇടുമ്പോഴോ പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യുമ്പോഴോ വന്ന് ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോ ഇൻട്രാക്ട് ചെയ്യോ ചെയ്യുന്നില്ല. പക്ഷെ വേറെ 200 ഫോളോവേഴ്സ് മാത്രമുള്ള അഗ്നിത ഒരു പോസ്റ്റ് ഇടുകയോ ഒരു പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, ഒരു 10-60-70 ആൾക്കാരൊക്കെ വന്ന് അതിന് ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോ ഇൻട്രാക്ട് ചെയ്യോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫ്ലുവൻഷ്യൽ പവർ അഗ്നിതയ്ക്കാണ് കൂടുതൽ. അപ്പോൾ ഇൻഫ്ലുവൻഷ്യൽ പവർ എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന പോസ്റ്റിന് നമുക്ക് എത്ര ഇൻട്രാക്ഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. നോർമലി ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഇൻഫ്ലുവൻഷ്യൽ പവർ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസ് ഒരുപാട് ജനറേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും അത്ര ഇൻട്രാക്ഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെ ഇൻഫ്ലുവൻഷ്യൽ പവർ വളരെ കമ്മിയാണ്, കുറവാണെന്നാണ് അർത്ഥം. അപ്പോൾ ഇൻഫ്ലുവൻഷ്യൽ പവർ കൂടിയ ആൾക്കാർ നമ്മൾ പോസ്റ്റിന് ലൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ റാങ്കിങ് മെച്ചപ്പെടുന്ന രീതിയിലേക്ക് ഗൂഗിൾ സോഷ്യൽ മീഡിയ സിഗ്നൽസ് എന്ന് പറയുന്ന സംഗതി മാറ്റി. ഇതൊക്കെ സംഭവിച്ചത് 2010. അപ്പോൾ നമ്മൾ ഗൂഗിൾ സ്റ്റാർട്ട് ചെയ്തത് മുതൽ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഹിസ്റ്ററി മുതൽ 2010 വരെയുള്ള ചില കാര്യങ്ങളാണ് ഇവല്യൂഷണറി പാത്തിനകത്ത് നമ്മൾ ചർച്ച ചെയ്തത്. ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ എന്ന് പറഞ്ഞ നിലയ്ക്ക് നിങ്ങൾക്ക് ഒരു ബ്ലോഗ് പോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു കണ്ടൻറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബ്ലോഗിനെ ആരെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലോഗിനകത്ത് കണ്ടൻറ്റ്സ് ആഡ് ചെയ്യുന്നതും അതിനെ ഓപ്റ്റിമൈസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം ഇപ്പം ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുക. ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ബ്ലോഗിനകത്ത് പോസ്റ്റ് ആഡ് ചെയ്തേക്കുന്നതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും നിങ്ങളെ ബ്ലോഗ് പോസ്റ്റിനെ എനിക്ക് ചെക്ക് ചെയ്യാൻ പാകത്തിന് എന്നെ കൂടെ നിങ്ങളെ ബ്ലോഗിനകത്ത് ആഡ് ചെയ്യുന്ന സെറ്റിങ്സൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആരെങ്കിലും ഒരാൾ ലാപ്ടോപ്പ് ഓൺ ചെയ്തിരിക്കുന്ന ഒരാൾ ഒന്ന് പറഞ്ഞിട്ട് സ്ക്രീൻ ഷെയർ ചെയ്താൽ മതി. ആരാ സ്ക്രീൻ ഷെയർ ചെയ്യുക? അപ്പോൾ അവരുടെ ബ്ലോഗിനകത്ത് അതിൻ്റെ എന്തൊക്കെ സെറ്റിങ്സാണ് നമ്മൾ മാറ്റേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവർ അത് കണ്ടിട്ട് കുറിച്ച് വെച്ചിട്ട് ചെയ്യാം. ഒന്ന് ആരെങ്കിലും ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്യും. അല്ല, ലാപ്ടോപ്പിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യണേ.
സമയം കളയാനില്ല. ആരെങ്കിലും മുന്നോട്ട് വന്നേ, ഒരാൾ മുന്നോട്ട് വന്നിട്ട് സ്ക്രീൻ ഷെയർ ചെയ്തേ, പറയൂ, ആരെങ്കിലും ഒരാൾ പറയൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും കേൾക്കുന്നില്ലേ? അഗ്നിത, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അഗ്നിത? ആ അഗ്നിത ലാപ്ടോപ്പാണ് ഇപ്പോൾ ഉപയോഗിക്കണേ അതോ മൊബൈലാണോ? കേട്ടില്ല. ലാപ്ടോപ്പാണോ? ആ, അപ്പം ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുമ്പോട്ട് വന്നിട്ട് പറയൂ. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് ഇപ്പോൾ മനസ്സിലായി. സമയം കളയാനില്ല, പെട്ടെന്ന് നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഗൈഡ് ലൈൻസ് തരാം. നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലോഗിനകത്ത് പോസ്റ്റ് ആഡ് ചെയ്യണത്, അതിനകത്ത് കുറച്ച് സെറ്റിങ്സ് ഒക്കെ ചെയ്യാനുണ്ട്. ഡിസ്ക്രിപ്ഷൻ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ എനേബിൾ ചെയ്യുന്ന സെറ്റിങ്സ് ഉണ്ട്. അതിനകത്ത് നമ്മളെ ബ്ലോഗ് പോസ്റ്റിനകത്ത് ടൈറ്റിൽ, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. സ്ക്രീൻ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യൂ. ഓക്കെ, നിൽക്കുക. ഞാനൊരു ബ്ലോഗർ എടുത്തിട്ട് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും കാണിക്കും. ഇപ്പം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ സ്ക്രീൻ കാണാമോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഞാനിവിടെ ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബ്ലോഗാണ് നിങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്ലോഗിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ബ്ലോഗിനകത്ത് ന്യൂ പോസ്റ്റ് കൊടുത്തിട്ട് ഇതേപോലെ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. നിങ്ങൾ ഇതുവരെയുള്ള ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ കുറിച്ച് വെച്ചിട്ടുള്ളതിനെ ഇലോബറേറ്റ് ചെയ്ത് എഴുതിയിട്ട് ഇതുപോലെ തയ്യാറാക്കുക. ഒരു ക്രിയേറ്റ് എ ന്യൂ പോസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ആ പോസ്റ്റിനകത്ത് ടൈറ്റിലായിട്ട് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO എന്ന് കൊടുക്കുക. ഇതുവരെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞതാണ്. ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോ സംഗതികൾ, അപ്പോൾ ഇതിപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അശ്വിൻ എന്ന് പറഞ്ഞ ആൾ എഴുതിയിരിക്കുന്ന പോസ്റ്റാണ് ഇത്. ആൾറെഡി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആർട്ടിക്കിൾ ടൈപ്പ് ചെയ്യുക. അതിനകത്ത് ഇമേജൊക്കെ ആഡ് ചെയ്യുക. ഇമേജ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇമേജിനെ ഓപ്റ്റിമൈസ് ചെയ്യാനൊക്കെ ഉള്ള രീതിയിൽ ഇമേജ് ആഡ് ചെയ്യുമ്പോൾ എന്തിനെ പറ്റിയുള്ള ഇമേജാണ്, ഇപ്പോൾ കണ്ടോ, ഇത് പാസിംഗ് ദ ജ്യൂസിനെ പറ്റിയുള്ള ഇമേജാണ്. അപ്പം ആ ഇമേജ് അങ്ങനെയുള്ള ഫയൽ നെയിമിൽ തന്നെ സേവ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ പാരഗ്രാഫുകൾ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഹെഡിങ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സബ് ഹെഡിങ്ങുകൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ഇമേജൊക്കെ ആഡ് ചെയ്ത് ഇതിനെ നല്ല ഭംഗിയാക്കി ഇതുപോലെ അറേഞ്ച് ചെയ്ത് എടുക്കുക. ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അറേഞ്ച് ചെയ്തെടുക്കുക. അപ്പം ഇങ്ങനെ ഒരു ആർട്ടിക്കിളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇനി ഇങ്ങനെ ആർട്ടിക്കിൾ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സെർച്ച് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള സാധനം ഇനേബിൾ ചെയ്യാനുണ്ട്. ആ സെർച്ച് ഡിസ്ക്രിപ്ഷൻ ഇനേബിൾ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ബ്ലോഗിൻ്റെ ഡാഷ്ബോർഡിലെത്തിയിട്ട് blogger.com എന്ന ഈ ഡാഷ്ബോർഡ് നിൽക്കുമ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡിൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ആ സെറ്റിങ്സിനകത്ത് മെറ്റാ ടാഗ് താഴോട്ടിങ്ങനെ പോകുമ്പോൾ തന്നെ താഴോട്ടിങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ മെറ്റാ ടാഗ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. മെറ്റാ ടാഗ്സ് എന്ന് കാണിക്കുന്നുണ്ടാവും. അവിടെ മെറ്റാ ടാഗ് ഇനേബിൾ കൊടുക്കുക. ഇനേബിൾ കൊടുക്കുമ്പോൾ മാത്രമേ കണ്ടോ, ഇവിടെ ഇപ്പോൾ ആൾറെഡി ഇനേബിൾഡ് ആണ്. ഇതേപോലെ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ബൈ ഡിഫോൾട്ട് ഇതുപോലെ ഡിസേബിൾഡ് ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, അതിനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇനേബിൾ കൊടുക്കുക. ഇനേബിൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബ്ലോഗിനകത്ത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇനേബിളായി വരും. ഇനി നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം, നിങ്ങൾ ചെയ്യുന്ന ബ്ലോഗിനെ എന്നെക്കൊണ്ട് അല്ലെങ്കിൽ ബ്ലോഗ് പോസ്റ്റിനെ എനിക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പെർമിഷൻ ചെയ്യണമെങ്കിൽ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ പെർമിഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. പെർമിഷൻ ഇതുപോലെ ബ്ലോഗ് എല്ലാവരും ക്രിയേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നത്. ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ, അത് കഴിഞ്ഞ അന്ന് പഠിപ്പിച്ച സമയത്ത് മിസ്സായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറയണം. ഞാനിപ്പം ഒരിക്കൽ കൂടെ അത് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം, പ്രശ്നമില്ല. ആദ്യത്തെ ക്ലാസ്സുകൾ ഒന്നാമത്തെ 2ാമത്തെ ക്ലാസ്സൊക്കെ മിസ്സായ ആൾക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇനി ആരാ പേര് പറഞ്ഞോളൂ. നന്ദന. നിങ്ങളാരും ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല?
ഇല്ല സാർ, ഇത് ഫസ്റ്റ് എന്റെ ക്ലാസ്. ഫസ്റ്റ് ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ 2 ക്ലാസ് മിസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. നിങ്ങൾക്ക് ക്ലാസ് മിസ്സായ ആൾക്കാർ ആ ഗ്രൂപ്പിനകത്തൊന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ മിസ്സായത് അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിൻ്റെ ലിങ്കൊക്കെ അയച്ചു തരാം. ഇപ്പം ക്ലാസ് മിസ്സായ ആൾക്കാർ, നേരത്തെ ക്ലാസ് മിസ്സായ ആൾക്കാർ, ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്ത ക്ലാസ് കിട്ടാത്ത ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ആദ്യം ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. അതിനു മുമ്പേ ഈ ബ്ലോഗ് ആൾറെഡി ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ എനിക്ക് ആ അസസ് തരാൻ വേണ്ടിയിട്ട്, എനിക്ക് ആ ബ്ലോഗ് കാണാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയാം. അത് കഴിഞ്ഞതിന് ശേഷം ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന കാണിക്കാം കേട്ടോ. നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്തോ. നിങ്ങൾ നോക്കിയേ, നിങ്ങളുടെ ബ്ലോഗിൻ്റെ സെറ്റിങ്സിനകത്ത് വന്നിട്ട് പെർമിഷൻ എന്ന് കാണിക്കുന്നുണ്ടോ? ഇതുപോലെ പെർമിഷൻ എന്ന് കാണിക്കുന്നുണ്ടോ? ഈ പെർമിഷൻ്റെ താഴെയായിട്ട് ഇൻവൈറ്റ് മോർ ഓതേഴ്സ് എന്ന് കാണിക്കുന്നുണ്ടോ? കണ്ടോ, ഇൻവൈറ്റ് മോർ ഓതേഴ്സ് എടുത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. ഇതുപോലെ ബ്രഹ്മദാസ് 2010@gmail.com എന്ന് നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് അടിച്ചിട്ട് ഈ ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇമെയിൽ ഐ ഡി ചാറ്റിനകത്ത് ഇടാം. നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി കോപ്പി ചെയ്ത് വെച്ചിട്ട് വേണമെന്നുള്ളവർ പറഞ്ഞ ഗ്രൂപ്പിനകത്തും ഇടാൻ പ്രശ്നമില്ല. ചാറ്റിനകത്ത് ഇപ്പം ഞാൻ ഇമെയിൽ ഐ ഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റിപ്പ്. അവിടെ ടൈപ്പ് ചെയ്യാം. BRHNADAS2010@gmail.com. ഇതാണ് എൻ്റെ ജിമെയിൽ ഐ ഡി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരിക്കൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ബ്ലോഗിനകത്ത് വന്നിട്ട് ബ്ലോഗിൻ്റെ ഡാഷ്ബോർഡിൽ എത്തിയിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പെർമിഷൻ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ടാകും. പെർമിഷനകത്ത് ഇൻവൈറ്റ് മോർ ഓതേഴ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് സെറ്റിങ്സ് എടുക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള കുറേ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുക. അവിടെ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പെർമിഷൻ എന്ന് കാണിക്കുന്ന സ്ഥലം ഉണ്ടാകും. അവിടെ ഇൻവൈറ്റ് മോർ ഓതേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഓതറായിട്ട് എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്ത് സെൻഡ് കൊടുക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ മെയിലിനകത്തോട്ട് ഇൻവിറ്റേഷൻ കിട്ടും. ഞാനത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലോഗിനകത്ത് ഞാൻ ഓതറായിട്ട് ജോയിൻ ചെയ്തു. നിങ്ങളുടെ പോസ്റ്റുകളുടെ കണ്ടൻറ്റൊക്കെ, നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്ന കണ്ടൻറ്റൊക്കെ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്ന കണ്ടൻറ്റിൽ എന്തെങ്കിലും എഡിഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ ആ ഓതർ എന്നുള്ള സംഭവത്തിന് എന്നെ അഡ്മിനാക്കി മാറ്റണം. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ഇവിടെ യു ആൻഡ് ബ്രഹ്മദാസ് ആർ ഓതേഴ്സ് എന്ന് കാണിക്കും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓതർ എന്ന് കാണിക്കുന്നതിന് നിങ്ങൾ എന്നെ അഡ്മിനാക്കി മാറ്റണം. നോർമലി നിങ്ങൾക്ക് ഇവിടെ ഓതർ എന്നായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതിനെ മാറ്റിയിട്ട് അഡ്മിനാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിഷൻ, അത് നിങ്ങളുടെ ബ്ലോഗിനകത്ത് ഞാൻ തന്നെ ചെക്ക് ചെയ്ത് എഡിഷനൊക്കെ വരുത്തണമെങ്കിൽ മാത്രം, ജസ്റ്റ് ചെക്ക് ചെയ്താൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഓതറായിട്ട് ആഡ് ചെയ്താൽ മതി. ഞാനൊന്ന് വായിച്ച് നോക്കിയോ സെറ്റിങ്സ് ഒക്കെ നോക്കിയോ ചെയ്യാം, പ്രശ്നമില്ല. അപ്പോൾ ഇനി കഴിഞ്ഞ ഒന്നാമത്തെ രണ്ടാമത്തെ ക്ലാസ് മിസ്സായ ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഇതുവരെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്കും വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങളൊരു പുതിയ ടാബ് എടുത്തിട്ട് blogger.com എന്ന് അടിക്കുക. ഇതേപോലെ പുതിയ ടാബ് എടുത്തിട്ട് blogger.com blogger.com എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് എത്തും. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന സ്ഥലത്തേക്കല്ല വരിക. ആൾറെഡി എനിക്ക് ബ്ലോഗ് ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡാഷ്ബോർഡിലേക്കാണ് പോവുക. നിങ്ങൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ആദ്യം നിങ്ങളുടെ ബ്രൗസർ എടുത്തിട്ട് നിങ്ങളെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. അതിനുശേഷം പുതിയ ടാബ് എടുത്തിട്ട് blogger.com blogger.com എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ blogger.com എത്തും. അവിടെ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷനോ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുക്കുമ്പോഴത്തേക്ക് ക്രിയേറ്റ് എ ന്യൂ ബ്ലോഗ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്ഷൻ ക്രിയേറ്റ് എ ന്യൂ ബ്ലോഗ് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രോംപ്റ്റ് കിട്ടും. ഇപ്പോൾ ഓപ്പൺ ആകുന്ന രീതിയിലുള്ള ഒരു പ്രോംപ്റ്റ് കിട്ടും. ഇതേപോലെ ചൂസ് എ നെയിം ഫോർ യുവർ ബ്ലോഗ്. അപ്പം നിങ്ങൾ ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ പറയുന്ന സ്റ്റെപ്പുകൾ കുറിച്ച് വയ്ക്കുക. നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ച ആൾക്കാർക്ക് എല്ലാം കൂടെ ഉള്ള മറുപടിയാണ്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രൗസറിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. അതിനുശേഷം പുതിയ ടാബ് എടുത്തിട്ട് blogger.com എന്ന് അടിക്കുക. അവിടെ എത്തിയിട്ട് ക്രിയേറ്റ് എ ബ്ലോഗ് എന്നുള്ള ഓപ്ഷൻ ഒരു റെഡ് ബട്ടൺ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചൂസ് എ നെയിം ഫോർ യുവർ ബ്ലോഗ് എന്ന് കാണിക്കും. അപ്പോൾ ഇവിടെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരായിരിക്കുമല്ലോ. അപ്പം അതിലിപ്പം ക്രിയേറ്റ് ചെയ്യുന്ന ആൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പോൾ സ്റ്റെഫി സെബാസ്റ്റ്യൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചു. അപ്പോൾ അവിടെ സെബാസ്റ്റ്യൻ എന്ന് അടിക്കുക. സ്റ്റെഫിയുടെ എസ് ക്യാപിറ്റൽ കൊടുക്കുക. സ്റ്റെഫി
സെബാസ്റ്റ്യൻ എന്ന് കൊടുക്കുക. എന്നിട്ട് സ്പേസ് കൊടുത്തിട്ട് SEO എന്ന് കൊടുക്കുക. എന്നിട്ട് അനലിസ്റ്റ് എന്ന് കൊടുക്കുക. സ്റ്റെഫി കേൾക്കുന്നുണ്ടോ? സ്റ്റെഫി മനസ്സിലായോ? അപ്പം നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക, പുതിയ ടാബ് എടുക്കുക, അതിനകത്ത് blogger.com എന്ന് അടിക്കുക. അതിനുശേഷം ക്രിയേറ്റ് എ ന്യൂ ബ്ലോഗ് എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചൂസ് എ നെയിം ഫോർ യുവർ ബ്ലോഗ് എന്ന് കാണിക്കും. അവിടെ സ്റ്റെഫി സെബാസ്റ്റ്യൻ ഓക്കെ, ഇത് ഇങ്ങനെ നിങ്ങളെ പേര് കൊടുക്കുക. അപ്പം ആദ്യത്തെ അക്ഷരം നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക, സ്പേസ് കൊടുക്കണം. സ്റ്റെഫി കഴിഞ്ഞ് സ്പേസ് കൊടുക്കണം, സെബാസ്റ്റ്യൻ്റെ S ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. എന്നിട്ട് SEO എന്ന് കൊടുക്കണം, SEO ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുക്കണം. സ്പേസ് കൊടുത്തിട്ട് അനലിസ്റ്റ് എന്ന് കൊടുക്കണം, അനലിസ്റ്റിൻ്റെ Aയും ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. ഇത്രയും കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ ഇവിടെ നെക്സ്റ്റ് ബട്ടൺ ഉണ്ടാവും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗിൻ്റെ അഡ്രസ്സ് ചോദിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. അവിടെ നിങ്ങൾ സ്റ്റെഫി, അപ്പോൾ അവിടെ ഒരു സിമ്പിളായിട്ടുള്ള പേര് കൊടുക്കാം. സ്റ്റെഫി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം ആൾറെഡി steffi.blogspot.com ആൾക്കാർ എടുത്തിട്ടുണ്ട്. അപ്പം ആ ബ്ലോഗ് അഡ്രസ്സ് അവൈലബിൾ അല്ല. അപ്പോൾ സ്റ്റെഫി അവിടെ കൊടുക്കേണ്ടത് സ്റ്റെഫി SEO എന്ന് കൊടുത്ത് നോക്കുക. അത് അവൈലബിൾ ആണ് കേട്ടോ. സ്റ്റെഫി SEO.blogspot.com അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റെഫി SEO എന്ന് തന്നെ കൊടുക്കുക. ഇനി ആരെങ്കിലും അവരുടെ പേര് അടിക്കുമ്പോൾ, ഇപ്പോൾ കീർത്തന എന്ന് അടിച്ചപ്പോൾ കീർത്തന.blogspot.com അവൈലബിൾ അല്ല. അവിടെ നമ്പരൊക്കെ ചിലപ്പോൾ എഴുതി കാണിക്കും. നിങ്ങളുടെ ഇമെയിൽ ID ഒക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് steffi123@gmail.com എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ 123 എന്നൊക്കെ കാണിക്കും. ഒരിക്കലും നിങ്ങൾ അവിടെ ഡിജിറ്റ്സ് ഒന്നും കാണിക്കില്ല, നമ്പറൊന്നും കാണിക്കല്. നിങ്ങളുടെ പേരിൻ്റെ കൂടെ ഇപ്പോൾ കീർത്തന എന്ന് അടിച്ചപ്പോൾ കീർത്തന.blogspot.com കിട്ടിയില്ല. അപ്പോൾ കീർത്തന SEO എന്ന് അടിച്ചു നോക്കുക. അപ്പോൾ കീർത്തന SEO കിട്ടിയില്ലെങ്കിൽ കീർത്തന SEO അനലിസ്റ്റ് എന്ന് ചേർത്ത് അടിച്ചു കൊടുക്കുക. ഈ URL എടുക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു യുണീക്ക് URL ആണ്. വേറെ ആരെങ്കിലും സെയിം URL, ഇപ്പോൾ സ്റ്റെഫി എന്നുള്ള URL വേറെ ആരും എടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് കിട്ടാൻ യോഗ്യതയില്ല, പറ്റത്തില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? സ്റ്റെഫി SEO എന്ന് കൊടുക്കുക. ഇതിപ്പം നീല കാണിക്കുന്നുണ്ട്, അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇത് സേവ് ചെയ്യുന്നില്ല. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ URL എനിക്ക് കിട്ടും. അപ്പം സ്റ്റെഫിക്ക് ഇത് എടുക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ അതെന്തായാലും ചെയ്യുന്നില്ല. അപ്പം ഇപ്പം ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും ഈ ക്ലാസ്സിലുള്ള ആൾക്കാർ സാറേ ഇതൊന്നും ഒരിക്കലും പറഞ്ഞു തരണമെങ്കിലോ, അല്ലെങ്കിലോ സാറേ എനിക്കിതൊന്ന് ചെയ്യാൻ ഗൈഡ് ചെയ്യുമോ, എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പം ചില സബ്ജക്റ്റൊക്കെ പഠിക്കുന്ന ആൾക്കാർ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിച്ചാണ്, ലാപ്ടോപ്പൊക്കെ ഉപയോഗിച്ച് ബ്ലോഗൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഒരു ടെൻഷനോ പേടിയൊക്കെ ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള വിറയലോ പേടിയോ പനിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കണം. നിങ്ങളെ കൊണ്ട് ഞാനിത് ചെയ്യിച്ചു തരാം എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പം ഇനിയും വൈകിട്ടില്ല. ഇനിയും നമുക്ക് 10-15 മിനിറ്റോളം ക്ലാസ് ഉണ്ട്. 15 അല്ല, ഇന്ന് കുറച്ച് സമയം കൂടെ ക്ലാസ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ക്ലാസ് ഉണ്ട്, 12 മണി വരെയൊക്കെ ക്ലാസ് ഉണ്ടാകും. അതിൻ്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്തിട്ട് സാർ എനിക്കൊന്ന് ഗൈഡ്. അപ്പോൾ ഒരാളിനെ ഗൈഡ് ചെയ്യുമ്പം ഉള്ള ഗുണം, ഇപ്പം ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന 50-55 ആൾക്കാർക്കും അത് കാണുമ്പോഴും മനസ്സിലാകും, കുറച്ചുകൂടെ ക്ലിയർ ആകും. ഇതുവരെ ക്രിയേറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു ഗൈഡ് ലൈൻ ആകും, അവർക്കത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആകും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഞാൻ ഗൈഡ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പം സ്റ്റെഫി എന്താ അഭിപ്രായം? ഇനി ഇത് ഇപ്പം പറഞ്ഞ ഗൈഡ് ലൈൻസ് വെച്ചുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോളൂ, ക്രിയേറ്റ് ചെയ്തോളൂ. സർ എനിക്ക് ലാപ്ടോപ്പ് ഉണ്ട്, പക്ഷെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറയാതിരുന്നത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മൊബൈലിൽ ചെയ്തോ. ചില ആൾക്കാർ ഇപ്പോഴത്തെ ഒരു അവസരമാണെന്നുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും ലാപ്ടോപ്പിനകത്തും കമ്പ്യൂട്ടറിനകത്തൊക്കെ ചെയ്യുന്നതിനേക്കാളും വളരെ സ്പീഡിൽ മൊബൈലിൽ ടൈപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാർ. പക്ഷേ ടെക്നിക്കലി നിങ്ങൾ ലാപ്ടോപ്പ് ഉണ്ടെങ്കിലോ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ചെയ്യുന്നതാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. കാരണം നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്തതാണ് നല്ലത്. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഇൻറ്റേൺഷിപ്പ്, കഴിഞ്ഞ ബാച്ചിൽ നിങ്ങളെ പഠിച്ച ഒരാൾ ഇൻറ്റേൺഷിപ്പിന് ഇന്നലെ രാത്രി എനിക്ക് CV അയച്ചു തന്നിട്ടുണ്ട്. ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്യുന്നതായിട്ട് ലൊറീറ്റ എന്ന് പറയുന്ന നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്തേക്കുന്ന ആൾ, അവർ ഗൂഗിൾ സർട്ടിഫൈഡ് ഒക്കെയാണ്. എല്ലാവരും ഗൂഗിൾ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്. ലൊറീറ്റ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ കമ്പനി ഡിസ്കസ് ചെയ്തിട്ട് നമുക്കത് കൊടുക്കാം. അപ്പോൾ അതുപോലെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ഇൻറ്റേൺഷിപ്പിനോ ഒരു ട്രെയിനിങ്ങിനോ ഏതെങ്കിലും കമ്പനി ജോയിൻ ചെയ്ത് പാർട്ട് ടൈം ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ അവിടെ കമ്പനിയിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഒരു കമ്പനിയിലും മൊബൈലിൽ വർക്ക് ചെയ്യിക്കാൻ സമ്മതിക്കത്തില്ല. ഈവൻ നമ്മളുടെ ഒരു സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാട് തന്നെ ചില പിള്ളേരൊക്കെ സ്റ്റുഡൻസൊക്കെ മൊബൈൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ എങ്ങനെ വിചാരിക്കും, എന്താണ് വിചാരിക്കുക, അതൊരു ഇതാണ്. ഇനി അതൊരു ഡെലിമ പോലെ കിടപ്പുണ്ട്. അത് ഇനിയും മാറാൻ സമയമെടുക്കും. എൻ്റെ കേസിൽ തന്നെ
ഞാൻ ചിലപ്പം വീട്ടിൽ ഇരുന്ന് മൊബൈൽ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പെയ്ഡ് പ്രൊമോഷൻ നടത്തുകയോ ആഡ്വേർഡ്സിൻ്റെ ക്യാമ്പയിൻസിൻ്റെ ഏതെങ്കിലും സെറ്റിങ്സ് എടുത്ത് എത്ര ക്ലിക്സ് കിട്ടിയെന്നോ എത്ര രൂപ സ്പെൻഡ് ആയെന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത് കണ്ടുകൊണ്ട് വരുന്ന മകളോ വൈഫോ ഒക്കെ ചിലപ്പം അത് ആ രീതിയിൽ അത് ഉൾക്കൊള്ളണമെന്നില്ല. ഇപ്പം ഞാൻ നാട്ടിലുള്ളപ്പോഴെൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് ഇത് ഒരു കമ്പനിയുടെ വർക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റ് കമ്പനിക്ക് വേണ്ടി അർജൻറ്റായിട്ട് ഇടണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ കോളേജിൽ നിന്ന് തന്നെ കോൺടാക്ട് ചെയ്തിട്ട് ബ്രഹ്മദാസ് ഒരു പോസ്റ്റ് അർജൻറ്റായിട്ട് ഇടണമെന്ന് പറഞ്ഞു. അപ്പം ആ പോസ്റ്റ് എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് ആ സമയം ചെയ്തേ പറ്റൂ. അത് ചിലപ്പോൾ മൊബൈലിൽ എനിക്ക് ചെയ്യാൻ, ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റ് ആകുമ്പോൾ മൊബൈൽ ഉപയോഗിച്ചേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ചെയ്യണ സമയത്ത് ചിലപ്പം ഇത് കണ്ടുകൊണ്ട് വരുന്ന മദർ അല്ലെങ്കിൽ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നീ ഏത് സമയത്തും ഈ മൊബൈലിനകത്താണോ, അല്ലെങ്കിൽ നീ എന്തിനാ എപ്പോഴും മൊബൈലിൽ നിന്നെ കഴിക്കാൻ വിളിച്ചിട്ട് വരാതെ എന്താ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെയാണ് പൊതുവെ ഉള്ള പല്ലവി. ഇതൊക്കെ നിങ്ങൾ 100 വട്ടം കേൾക്കുന്നതാണെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഇഷ്യൂ ഉണ്ട് ഇതിനകത്ത്. അതുപോലെ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും ഒരു കമ്പനിയിൽ പോയിട്ട് മൊബൈലിൽ വർക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. കമ്പനിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ കമ്പനിയുടെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിലും കമ്പനിയിൽ ആ കണ്ടുകൊണ്ട് പോകുന്ന ഒരു മാനേജറിനോ അവിടെയുള്ള ഒരു അഡ്മിനോ നിങ്ങൾ മൊബൈലിൽ എന്താണ് ചെയ്യണമെന്നുള്ള ഒരു ഡൗട്ട് വരെ തോന്നാം. അത് ഇതിനകത്തുള്ള ഇഷ്യൂ തന്നെയാണ്. പക്ഷേ നിങ്ങളത് പഠിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ലാപ്ടോപ്പിനകത്തോ കമ്പ്യൂട്ടറിനകത്താണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ ആരെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരാം. അപ്പോൾ ബാക്കി കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു സ്റ്റെഫിക്ക് ഇനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. സ്റ്റെഫിക്കും ഇതുവരെ ക്രിയേറ്റ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സ്റ്റെഫി ക്രിയേറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞല്ലേ, ആൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ റൈറ്റ്, ഗ്രേറ്റ്. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ നിങ്ങളുടെ കണ്ടൻസ്, ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, നമ്മൾ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ്റെ പോസ്റ്റാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഹിസ്റ്ററി എവല്യൂഷൻ്റെ അപ്പോൾ നിങ്ങൾ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ന്യൂ പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. ഈ ന്യൂ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ന്യൂ പോസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് കമ്പോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അവിടെ നിങ്ങൾ ടൈറ്റിലായിട്ട് നിങ്ങളുടെ നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക് ഏതാ, ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO എന്നാണ്. അപ്പോൾ അവിടെ ഹിസ്റ്ററിയുടെ H ക്യാപിറ്റൽ കൊടുക്കുക, ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO എന്നോ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്നാണ് കൊടുക്കേണ്ടത്. ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്ന നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കണ്ടൻറ്റ് അത് ഇലാബറേറ്റ് ചെയ്ത് കുറിച്ച് വെച്ചിരിക്കുന്നതൊക്കെ ഇലാബറേറ്റ് ചെയ്ത് ഇതിനകത്ത് ടൈപ്പ് ചെയ്യുക. ഗൂഗിളിൻ്റെ ഹിസ്റ്ററിയെ പറ്റി പറയാം. ഇവല്യൂഷണറി പാത്തിനകത്ത് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ആദ്യ സമയത്ത് ഗൂഗിൾ അത്ര വിസിബിൾ ആയിരുന്നില്ല ഹിസ്റ്ററിക്കകത്ത്. പിന്നെ അത് വിസിബിൾ ആകാനുണ്ടായ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തെ പറ്റി ആ ക്ലാസ്സൊക്കെ കിട്ടാത്ത ആൾക്കാർക്ക് ആ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ ചാറ്റിനകത്ത് യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഇട്ട് തരാം. അതിനകത്ത് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ്റെയൊക്കെ പോസ്റ്റ് റെക്കോർഡഡ് ക്ലാസ്സും നിങ്ങൾക്ക് ക്ലാസ് എടുത്തതും അല്ലാതെ ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കൂടെ ഇവിടെ പേസ്റ്റ് ചെയ്ത് തരണം. ലിങ്ക് കൂടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ ആദ്യത്തെ ക്ലാസ് രണ്ടാമത്തെ ക്ലാസ്സുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിരുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, പിന്നെ അറ്റൻഡ് ചെയ്ത ആൾക്കാരും ചിലപ്പം കണ്ടൻറ്റ് തയ്യാറാക്കി അത് ഇലാബറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ ചില ടേംസിനകത്ത് ഇത് കിട്ടും, കണ്ടൻറ്റ് സ്പെസിഫിക് അല്ലെങ്കിൽ നിച്ച് സ്പെസിഫിക്, അതെങ്ങനെ എഴുതുക അല്ലെങ്കിൽ എന്താണ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് എന്തിനെ പറ്റിയുള്ളതാണെന്നൊക്കെ വിശദീകരിച്ച് ഈ വീഡിയോകളിൽ പറയുന്നുണ്ട്, ഇതിനകത്ത് ഇട്ടേക്കുന്ന വീഡിയോകളിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന വീഡിയോസൊക്കെ തയ്യാറാക്കി ആ ചാനലിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കോളേജിൻ്റെ ട്രെയിനിങ് പർപ്പസിന് വേണ്ടി തന്നെയാണ് ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് ഇത് നിങ്ങൾ കണ്ടൻറ്റ് എഴുതി വരുമ്പം സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസ് കണ്ടുപോയാൽ. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ്റെ പോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സകല ക്ലാസ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2010 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട ചില കാര്യങ്ങളെ പറ്റി പറയാം. ഉദാഹരണത്തിന് നിങ്ങളൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട സംഗതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സിനകത്ത് പോയിട്ട്, ഇതിൻ്റെ ബ്ലോഗിൻ്റെ സെറ്റിങ്സിനകത്ത് പോയിട്ട് ബ്ലോഗിൻ്റെ ഡാഷ്ബോർഡിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ സെറ്റിങ്സ് ഓപ്ഷൻ എടുക്കുക. സെറ്റിങ്സ് ഓപ്ഷനകത്ത് മെറ്റാ ടാഗ്സ് എന്ന് പറഞ്ഞ് താഴോട്ട് ഡ്രാഗ് ചെയ്ത് പോകുമ്പോൾ മെറ്റാ ടാഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ മെറ്റാ ടാഗ്സ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുന്നിടത്ത് ആ മെറ്റാ ടാഗ്സ് ഇനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇന്ന് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടൻറ്റൊക്കെ റെഡിയാക്കിയതിന് ശേഷം നിങ്ങൾ ഇത് ചെയ്യണം. മെറ്റാ ടാഗ് കണ്ടോ, ഇതുപോലെ മെറ്റാ ടാഗ് എന്ന് പറയുന്ന സ്ഥലം കാണിക്കുന്നിടത്ത് യു ഹാവ് ടു ഇനേബിൾ ദി മെറ്റാ ടാഗ്. അപ്പോഴേ നിങ്ങളുടെ ബ്ലോഗിനകത്ത് ബ്ലോഗ് പോസ്റ്റിനകത്ത് സെർച്ച് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതൊന്ന് ഇനേബിൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് സെറ്റിങ്സിനകത്ത് തന്നെ ഏറ്റവും മുകളിൽ പെർമിഷൻ എന്നുള്ള സ്ഥലത്ത് പോയിട്ട് ഇവിടെ
ഇൻവൈറ്റ് മോർ ഓതേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് ബ്രഹ്മദാസ് BRHMADAS2010@gmail.com എന്നുള്ള ഇമെയിൽ ഐ ഡി ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് സെൻഡ് കൊടുക്കുക. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലോഗിനകത്ത് എന്നെ ഒരു ഓതറായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. അത് വേറെ ഒന്നിനുമല്ല, നിങ്ങളുടെ ബ്ലോഗ് പോസ്റ്റ് നിങ്ങൾ പബ്ലിഷ് റെഡിയാക്കിയൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്നെ കൊണ്ട് ചെക്ക് ചെയ്യിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലോഗിനെ ഞാൻ ചെക്ക് ചെയ്യാം. ഇനി നിങ്ങൾ ചെക്ക് ചെയ്ത എനിക്കത് വായിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ ചെക്ക് ചെയ്തിരിക്കുന്ന ബ്ലോഗിനകത്ത് ഞാനൊരു തെറ്റ് കണ്ടെത്തി അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്നെ നിങ്ങൾ ഓതർ എന്നുള്ള ഇങ്ങനെ ഞാൻ ഓതറായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം, അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ഇൻവിറ്റേഷൻ അയക്കുമ്പോൾ എനിക്ക് മെയിലൊരു ഇൻവിറ്റേഷൻ കിട്ടും. ഞാനത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഞാൻ ഓതർ ആകത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾ എന്നെ അഡ്മിൻ പോർഷനിലേക്ക്, അതെങ്കിൽ ഈ ഇവിടെ തന്നെ കാണിക്കും, എന്താ ബ്ലോഗ് അഡ്മിൻസ് ഇവിടെ ഈ ലിസ്റ്റ് കാണിക്കും. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ പെർമിഷൻ കഴിഞ്ഞിട്ട് ബ്ലോഗ് അഡ്മിൻസ് ആൻഡ് ഓതേഴ്സ് എന്ന് കാണിക്കുന്നിടത്ത് ഈ ഒരിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അതിനകത്ത് ഓതറായിട്ട് കാണുന്നുണ്ടാവും. നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തിട്ട് ഓതർ എന്നുള്ളത് അഡ്മിൻ ആക്കി മാറ്റണം. എന്നിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ പോസ്റ്റുകളെ എഡിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇനി നിങ്ങൾക്ക് അടുത്ത് വരുന്ന ക്ലാസ്സിൽ നമ്മൾ ബ്ലോഗ് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള സംഗതികളിലേക്കാണ് നമ്മൾ പോവുക. അതിൽ നമ്മൾ ബ്ലോഗ് ഓപ്റ്റിമൈസ് ചെയ്യുന്ന സംഗതികളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒന്ന്, നിങ്ങളുടെ ബ്ലോഗിൻ്റെ പോസ്റ്റിന് നമ്മൾ എഴുതുന്ന ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO എന്ന ടൈറ്റിൽ കൊടുക്കുന്നില്ലേ, ആ ടൈറ്റിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പേജിൻ്റെ SEO ടൈറ്റിൽ നിങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ വീഡിയോയും ആൾറെഡി നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. ലിങ്ക് കിട്ടാത്ത ആൾക്കാർക്ക് ഞാൻ ഇപ്പോൾ അയച്ച ചാനലിനകത്തുണ്ട്. ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന വീഡിയോയ്ക്കകത്ത് ഇതെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടൈറ്റിലിനെ പറ്റി പറയുമ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ SEO ടൈറ്റിൽ എന്ന് പറയുന്നത് ആ പേജിനെ ഗൂഗിളിന് ക്രോൾ ചെയ്ത് മനസ്സിലാക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ആ രീതിയിലാണ് ടൈറ്റിലിനെ കാണേണ്ടത്. ഇനി ടൈറ്റിൽ എങ്ങനെ ആയിരിക്കണം ഒരു പേജിൻ്റെ ടൈറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേജിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം. നമ്മൾ ഫോക്കസിങ് കീവേഡ് കൊടുത്ത് ചെയ്യാം. ഇനി നിങ്ങൾ കുറിച്ച് വയ്ക്കേണ്ട കാര്യങ്ങൾ, ഒരു പേജിൻ്റെ SEO ടൈറ്റിൽ കൊടുക്കുമ്പോൾ അതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമാറ്റിക്കൽ എറേഴ്സോ ഇഷ്യൂസ് ഒന്നും വരാൻ പാടില്ല. ആ പേജിന് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിലായിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്. ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാൻ പാടില്ല, ഫുള്ള് സ്മോൾ ലെറ്റർ കൊടുക്കാൻ പാടില്ല. ഈ വക കാര്യങ്ങൾ എന്തുകൊണ്ടൊക്കെയാണെന്നുള്ളത് വിശദീകരിക്കാം. ആ വീഡിയോയ്ക്കകത്ത് ഇതൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് അത് വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ അത് കേട്ട് അതിനെക്കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ പോസ്റ്റിനകത്തുള്ള കണ്ടൻറ്റാണ്. അങ്ങനെ 2-3 പോസ്റ്റ് നമ്മൾ ചെയ്തിട്ടാണ് വെബ്സൈറ്റിനകത്തുള്ള ഓൺ പേജും ഇതിനിടയ്ക്ക് വേർഡ്പ്രസ് എന്ന് പറഞ്ഞ CMS നമുക്ക് ഇനി പഠിക്കാനും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ ഒരു വെബ്സൈറ്റിൻ്റെ SEO ചെയ്ത് ഗൂഗിളിൽ റാങ്ക് ചെയ്ത് വരുത്താൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബ്ലോഗ് നല്ല രീതിയിൽ ഒരു പോസ്റ്റ് കണ്ടന്റ് ആഡ് ചെയ്ത് അതിനെ ഓപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്ലോഗ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വെരിഫൈ ചെയ്താലേ നിങ്ങൾക്ക് സെർച്ച് കൺസോളിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ബ്ലോഗ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് വരത്തുള്ളൂ. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടന്റ് നിങ്ങൾ തയ്യാറാക്കുന്നതിനകത്ത് യാതൊരു മടിയും വിചാരിക്കരുത്. കണ്ടന്റ് തയ്യാറാക്കുക. നിങ്ങൾക്ക് ഒരു ബ്ലോഗ് ക്രിയേറ്റ് ആക്കി അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാകണം. ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷനെ പറ്റി പഠിപ്പിച്ചിരിക്കുന്ന സംഗതികൾ കുറിച്ച് വെച്ചിരിക്കുന്നതിനൊക്കെ ഇലോബറേറ്റ് ചെയ്ത് എഴുതിയിട്ട് നിങ്ങൾ അതിനെ ഒരു വലിയ ആർട്ടിക്കിൾ കണ്ടന്റ് ആക്കണം. ഒരു 300-350 വേർഡ്സ് ഉള്ള ഒരു ആർട്ടിക്കിൾ കണ്ടന്റ് ആക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ അതുപോലെയുള്ള 1-2 ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്ന ആൾക്കാരുടെ അതിൻ്റെ URL ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ലിബാസ് എന്ന് പറയുന്ന ഒരാളിൻ്റെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് URL അയച്ചു തന്നാൽ അത് സാമ്പിളാണ്. ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന റെഗുലർ ബാച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ലിബാസിൻ്റെ ബ്ലോഗാണ്. ഇതുപോലെ കുറച്ച് ആൾക്കാർ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇനി ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിലൊക്കെ ഇവരൊക്കെ കമ്പനികളിൽ ജോയിൻ ചെയ്യാനുള്ള ആൾക്കാരാണ്. ഈ വരുന്ന തിങ്കളാഴ്ച മറ്റന്നാൾ കോഴിക്കോട് സൈബർ പാർക്കിൽ ഇവിടെ പഠിച്ച 2 പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരു അനിശ്രീ എന്ന് പറയുന്ന കുട്ടിയും അശ്വതി, അങ്ങനെ പല ആൾക്കാർ പഠിച്ചു തീരുന്ന മുറയ്ക്ക് ഇവർ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു, വർക്ക് ചെയ്ത് പോകുന്ന രീതിയാണ് ഇവിടെയുള്ള രീതി. അപ്പം ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ലിങ്ക് എന്ന് പറയുന്നത് ഒരു സാമ്പിൾ ബ്ലോഗിൻ്റെ ലിങ്കാണ്. ഞാൻ ഇട്ട ലിങ്ക് തെറ്റിപ്പോയി, കോപ്പി ആയില്ല. യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് തന്നെ വീണ്ടും ഇട്ടു. ഓക്കെ, അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇട്ടത് ലിബാസിൻ്റെ ബ്ലോഗ് സ്പോട്ട് ബ്ലോഗാണ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലോഗിനകത്ത് എങ്ങനെ കണ്ടന്റ് എഴുതണം, എങ്ങനെയുള്ളതായിരിക്കണം അതിനകത്തുള്ള കണ്ടന്റ് ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. നിങ്ങൾ കോളേജിൽ സെൻറ്റ് ജോസഫ്സ് കോളേജിലുള്ള എല്ലാ സ്റ്റുഡൻസും ബഹുമിടുക്കികളാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ കണ്ടന്റ് ഡിസ്ക്രൈബ് ചെയ്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇലാബറേറ്റ് ചെയ്ത് എഴുതി പബ്ലിഷ് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പം അതിനൊരു ഗൈഡ് പോലെയാണ്, അല്ലെങ്കിൽ അതെങ്ങനെ ഒരു സാമ്പിൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്
ഞാൻ ഈ ഒരു ബ്ലോഗ് ഇട്ടത്. അപ്പോൾ നിങ്ങളുടെ ഓൺ വേർഡ്സിലാണ് എഴുതേണ്ടത്. അതിനകത്ത് കണ്ടന്റ് ഡ്യൂപ്ലിക്കേഷനോ വേറെ എവിടെന്നെങ്കിലും കണ്ടന്റ് കോപ്പി ചെയ്യോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് വലിയ ഇഷ്യൂ ആണ്. നമ്മളെ ബ്ലോഗ് ഗൂഗിൾ ക്യാച്ച് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ എഴുതുമ്പം ആ പേജിൻ്റെ ടൈറ്റിൽ നല്ല വ്യക്തമായിട്ട് എഴുതുക. ഫുൾ ക്യാപിറ്റൽ എഴുതരുത്. ഉദാഹരണത്തിന് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO നിങ്ങൾ എഴുതുന്നത് ഫുൾ ക്യാപിറ്റൽ എഴുതാൻ പാടില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. ഗ്രാമാറ്റിക്കൽ എറർസ് വരാൻ പാടില്ല. ഈ പേജിനെ ഗൂഗിൾ ക്രോൾ ചെയ്യുമ്പോൾ, സാധാരണ ഒരു വെബ്സൈറ്റിനെ ഗൂഗിൾ ക്രോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഗൂഗിൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം അതിൻ്റെ ഡൊമൈൻ നെയിം അഥവാ അതിൻ്റെ URL ആണ് ചെക്ക് ചെയ്യുക. ഉദാഹരണത്തിന് alia.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ് നമ്മളിപ്പോൾ പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഗൂഗിൾ അതിനെ ക്രോൾ ചെയ്തു. പക്ഷേ alia.com എന്നുള്ള വെബ്സൈറ്റ് എന്തിനെ പറ്റിയുള്ളതാണെന്ന് ഗൂഗിളിന് മനസ്സിലാക്കാൻ alia.com എന്നുള്ള URL-നകത്ത് നിന്ന് ഗൂഗിളിന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ കീവേഡുകൾ ഉൾപ്പെടുത്തിയുള്ള URLs, ഉദാഹരണത്തിന് computershop.com, അതിനെ ഗൂഗിൾ ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിന് ചെറിയ ഹിൻഡ് കിട്ടി. ഓക്കെ, ഇറ്റ് മേ ബി എ വെബ്സൈറ്റ് വിച്ച് സെയിൽസ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ കമ്പ്യൂട്ടർ സെല്ല് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കാം computershop.com. അത് ചെറിയ ഹിൻഡ് ഉണ്ട്. പക്ഷെ അതൊരു ഹിൻഡായിട്ട് മാത്രം എടുത്തുകൊണ്ട് ഗൂഗിൾ എന്ത് ചെയ്യും? നമ്മളെ പേജിനകത്തുള്ള ടൈറ്റിൽ റീഡ് ചെയ്യും. നമ്മുടെ പേജിൻ്റെ ടൈറ്റിലിനകത്ത് നമ്മൾ എന്താണോ എഴുതിക്കുന്നത്, SEO ടൈറ്റിലാണ് ഉദ്ദേശിക്കുന്നത്, എന്താണോ എഴുതിക്കുന്നത് അത് ആ പേജിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് കുറച്ചുകൂടെ പ്രധാനപ്പെട്ട ഒരു വിവരമായിട്ട് ഗൂഗിൾ എടുക്കും. അപ്പോൾ നമ്മൾ എവിടെ എഴുതിക്കുന്നത്? computershop.com എന്ന വെബ്സൈറ്റിൻ്റെ ടൈറ്റിലായിട്ട് എഴുതിക്കുന്നത് ഫോക്കസ് കമ്പ്യൂട്ടേഴ്സ്, എന്താ ബൈ കമ്പ്യൂട്ടേഴ്സ്, അല്ലെങ്കിൽ ബ്രാൻഡഡ് PCs ആൻഡ് ലാപ്ടോപ്സ് ഫ്രം ഫോക്കസ് കമ്പ്യൂട്ടേഴ്സ് കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിലുള്ള ഫോക്കസ് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലാപ്ടോപ്പുകളും ബ്രാൻഡഡ് PCസും ഒക്കെ മേടിക്കാൻ പറ്റും എന്നാണ് അവിടെ എഴുതിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ ഗൂഗിളിന് എന്ത് മനസ്സിലാക്കാം? ഓക്കെ, computershop.com ഈസ് എ കമ്പ്യൂട്ടർ സെല്ലിംഗ് വെബ്സൈറ്റ്, ഇത് കൊച്ചിയിലുള്ളതാണ്, ഇതിൻ്റെ പേര് ഫോക്കസ് കമ്പ്യൂട്ടേഴ്സ് ആണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഗൂഗിളിന് പറ്റും. ഇനി ടൈറ്റിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേജിനകത്ത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സംഗതിയാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മുടെ ബ്ലോഗിനകത്ത് സെർച്ച് ഡിസ്ക്രിപ്ഷൻ അഥവാ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എനേബിൾ ചെയ്യുന്ന ഓപ്ഷനാണ് നമ്മൾ നേരത്തെ സെറ്റിംഗ്സിനകത്ത് പോയി ചെയ്തത്. ഇനി നമ്മൾ ടൈറ്റിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. 55 to 60 ക്യാരക്ടേഴ്സ് ആണ് ഒരു പേജിൻ്റെ SEO ടൈറ്റിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത്. 55 to 60 ക്യാരക്ടേഴ്സ് ആണ് ലിമിറ്റേഷൻ. ഇനി 55 to 60 ക്യാരക്ടേഴ്സ് നിങ്ങൾ കൊടുക്കുമ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് എന്താ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഗ്രാമാറ്റിക്കൽസ് ഒന്നും വരാൻ പാടില്ല, ഫുള്ള് ക്യാപിറ്റൽ വരാൻ പാടില്ല. കാരണം അവിടെ പിക്സൽ വിഡ്ത്ത് എന്ന് പറഞ്ഞൊരു കണക്കിന് പ്രാധാന്യമുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിനകത്ത് നമ്മൾ ഒരു സെർച്ച് നടത്തുകയാണ്. ആ സെർച്ച് റിസൾട്ടിനകത്ത് ഗൂഗിളിന് ആ സ്നിപ്പറ്റിനകത്ത് കാണിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ moz.com, മോസ് എന്ന് സെർച്ച് ചെയ്തു. ഓക്കെ, മോസ് എന്ന് സെർച്ച് ചെയ്തു. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ. മോസിനകത്ത് ഈ ലിസ്റ്റ് ചെയ്ത് കിടക്കുന്ന ഈ പോർഷന് പറയുന്ന പേരാണ് സ്നിപ്പറ്റ്. നിങ്ങൾ കുറിച്ച് വെച്ചോളൂ. നമ്മുടെ വെബ് പേജ് ഗൂഗിൾ സെർച്ച് റിസൾട്ടിനകത്ത് കാണിക്കുന്ന ഈ പോർഷന് ദിസ് ഈസ് കോൾഡ് എ സ്നിപ്പറ്റ്. അപ്പോൾ അവിടെ ഒരു ബേസിക് സ്നിപ്പറ്റിനകത്ത് എന്തൊക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബേസിക് സ്നിപ്പറ്റിനകത്ത് ആ വെബ്സൈറ്റിൻ്റെ URL വരും. അതുപോലെ തന്നെ ആ വെബ്സൈറ്റിന് നമ്മൾ കൊടുത്തേക്കുന്ന ടൈറ്റിൽ വരും, അല്ല പേജിന് കൊടുത്തേക്കുന്ന SEO ടൈറ്റിൽ വരും, അതിന് കൊടുത്തേക്കുന്ന ഡിസ്ക്രിപ്ഷൻ വരും. ഇതാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേസിക് സ്നിപ്പറ്റിനകത്ത് കാണിക്കുക. എന്നാൽ ഇതേ സ്നിപ്പറ്റ് നമ്മൾ മൊബൈലിൽ കാണുമ്പോൾ, മൊബൈലിലാണ് ഈ റിസൾട്ട് നമ്മൾ മോസ് എന്ന് സെർച്ച് ചെയ്തതെങ്കിൽ അവിടെ ഈ മോസ് എന്ന് പറയുന്ന കമ്പനിയുടെ ലോഗോ കൂടെ കാണിക്കും. ലാപ്ടോപ്പിനകത്തോ കമ്പ്യൂട്ടറിനകത്താണ് കാണിക്കുന്നതെങ്കിൽ ഒരു ബേസിക് സ്നിപ്പറ്റിനകത്ത് അതിൻ്റെ URL, ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഇത്രയാണ് കാണിക്കുക. എന്നാൽ ഒരു മൊബൈലിലാണ് നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്തേക്കുന്നതെങ്കിൽ ഈ ബേസിക് സ്നിപ്പറ്റിനകത്ത് എന്തുകൂടെ കാണിക്കും? അതിൻ്റെ ഫേവ് ഐക്കോൺ, ഇതുപോലെ ഐക്കോൺ കാണിക്കും. അല്ല, ബ്ലോഗറിൻ്റെ ഐക്കോൺ B ആണ്, ഗൂഗിളിൻ്റെ ഐക്കോൺ G ആണ്, യൂട്യൂബിൻ്റെ ഐക്കോൺ ഈ റെഡ് കളറിലുള്ള ഈ പ്ലേ ബട്ടണാണ്. കണ്ടോ? ഗൂഗിൾ മീറ്റിൻ്റെ ഐക്കോൺ ഇതാണ്. വാട്സപ്പിൻ്റെ ഐക്കോൺ ഈ പച്ച, ഈ മെസ്സേജ് കാണിക്കുന്ന സംഗതി. അപ്പോൾ നമ്മൾ ഐക്കോണായിട്ട്, ഫേവ് ഐക്കോണായിട്ട് നമുക്ക് കൂടെ കാണാൻ പറ്റും മൊബൈലിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, നമുക്ക് ഇന്ന് തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. നിങ്ങളൊരു കാര്യം ചെയ്യണം, ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുക. ആ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ്സായ ആൾക്കാർ ആ ബ്ലോഗിൻ്റെ കണ്ടൻറ്റ്, നിങ്ങൾക്ക് ആ ബ്ലോഗിനകത്ത് കൊടുക്കേണ്ട കണ്ടൻറ്റ് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ആണ്. അപ്പോൾ അത് വിശദമായിട്ട് ക്ലാസ് റെക്കോർഡ് ചെയ്തത് തന്നെ വീഡിയോ ആയിട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സമയമെടുത്ത് ഒക്കെയാണ് വീഡിയോ, ഈ ക്ലാസ്സിൻ്റെ വീഡിയോ ഒക്കെ എന്ന് വെച്ചാൽ അതിനകത്ത് സൗണ്ട് ക്ലാരിറ്റിയിലൊന്നും കിട്ടത്തില്ല. അത് എഡിറ്റ് ചെയ്ത് അതിനകത്ത് ഒരുപാട് സമയമെടുത്ത് ഒക്കെ ചെയ്താണ്. 1.5 മണിക്കൂർ 1 മണിക്കൂറിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ സൈസ് തന്നെ 8 GB 10 GB ഒക്കെ വരും. പിന്നെ രാത്രിയും പകലുമൊക്കെ ഇരുന്ന് ഒരുപാട് സമയമെടുത്താണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. കോളേജിലുള്ള നിങ്ങൾക്ക് വേണ്ടി മാത്രം, കോളേജ് ആഡ് ഓൺ കോഴ്സ് എടുത്തേക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് കണ്ട് നിങ്ങൾക്കത്
നിങ്ങൾക്ക് ഗുണകരമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പാടുന്നത്. അപ്പം നിങ്ങളത് വീഡിയോ കണ്ട് അതിനകത്തുനിന്ന് നിങ്ങൾ ക്ലാസ് മിസ്സായ ആൾക്കാർക്കും ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർ തന്നെ പക്ഷേ എഴുതി വരുന്ന സമയത്ത് ഹിസ്റ്ററിയെ പറ്റി എവല്യൂഷനെ പറ്റി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയ ആൾക്കാർക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഓർമ്മ വരും. അതൊന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതിയിട്ട് ബ്ലോഗിനകത്ത് പബ്ലിഷ് ചെയ്യുക.